അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഇത് അനാവശ്യ ചോദ്യമല്ല സാറേ. ഇത് ബഹബല്ലെന്നാണ് എല്ലാവരും ഞങ്ങളോട് വന്ന് പറയണത്. ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്ന ആൾക്കാരൊക്കെ ഇത് ബഹബല്ല എന്നാണ് പറയണത്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഞാനോട് തല്ലാൻ ഇതിലൊന്നും നമ്മൾ ആത്മഹത്യ ചെയ്തതാ. ഞങ്ങൾ തീരാതെ അത് ഫാറൂഖ് കോളേജിന് 1975 ഇത് 2 പ്രാവശ്യം കോടതി വിധി ഉണ്ടായതാണ്. ഇത് ഫാറൂഖ് കോളേജിന് പറഞ്ഞ് എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം തീരാധാരം മേടിക്കണത്. എന്നിട്ട് ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ ഇത് ബഹബല്ല എന്നാണ് പറയണത്. എന്താണ് ഒരു ചേർച്ചയില്ലായ്മ? വളരെ മോശമായി പോയി കേട്ടോ. അതെ, ശരിയാക്കി തരാം. ബഹബല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് പറയാലോ. ഞങ്ങൾ അതായത് 3 കൊല്ലമായി 2022 ഞങ്ങൾ ജയിലിൽ കിടക്കണ പോലെയാണ് കിടക്കണത്. 3 കൊല്ലം ജയിലിൽ കിടക്കണ പോലെ. അതായത് ഇവിടെ ഇഷ്ടംമാരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഇത്തല് വാരിയും ബോട്ടിൽ പോയാൽ ഇപ്പോഴറിയാല, കടലിൽ പോയ ഈ എണ്ണക്കാശ് കടവെട്ടണ വന്ന നഷ്ടമായിരിക്കുള്ളൂ. തുറന്നു പറയാലോ, വലിയ ബുദ്ധിമുട്ടിലാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? മറ്റുള്ള പണികൾക്കൊക്കെ പോയി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോ ബാങ്കിൽ ഞങ്ങളുടെ ലോണും പട്ടയൊന്നും കൊടുക്കണില്ലല്ലോ. അപ്പൊ അത് ആ പട്ടയം കൊടുക്കാത്ത കാരണം അവരിപ്പോ മുത്തൂറ്റി അങ്ങനെയുള്ള ബാങ്കുകളുടെ, അതായത് ആത്മഹത്യയുടെ വക്കിലിരിക്കണം. അവര് 2-3 പ്രാവശ്യം ഈ ലോൺ അടക്കാതെ കഴിയുമ്പോൾ അവര് വന്നു കഴിയുമ്പോൾ അവർക്കൊന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാല് അങ്ങടെ ആത്മഹത്യ ചെയ്യും. വേറൊരു ആശ്രയം ഇല്ലാത്തോണ്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച തീ അണയില്ലേ? ഇല്ല, ആരോട് സംസാരിച്ചാലും എന്റെ നെഞ്ചിൽ തീ അണയില്ല. നിങ്ങൾ അങ്ങാടും ഇങ്ങാടും തർക്കിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ 3 കൊല്ലമായി ജയിലിൽ കിടക്കണ പോലെ കിടക്കണത്. മനസ്സിലായ? നിങ്ങളിപ്പോ മുഖ്യമന്ത്രിനെ കുറ്റം പറയും, മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും. രണ്ടും അടിപിടി കൂടി നടന്നോ? പറയാൻ തുടങ്ങിയ ഭയങ്കര കോമഡിയാ. ഇത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾ എത്രയും ഇത് അത് തന്നെയല്ല, ഇത് 51 ദിവസമായി ഇവിടെ നിരാകാരം തുടങ്ങിയിട്ട്. നിങ്ങൾ ഒക്ടോബർ 3-ാം തീയതിയാണ് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോയത്. ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ 13-ാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയാണ് ഇവിടെ. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ആ പോയ മുതലൊക്കെ സഹിക്കണ്ടേ? ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമരമുറകൾ നടത്തിയിട്ടുണ്ട് സാറേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ BJP കയറി വന്നെന്ന് പറഞ്ഞ് BJP വന്നത് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് നിങ്ങളാണ്. നീ ഇരിക്കുന്ന മൗലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാര് വർഗീയത പ്രചരിപ്പിക്കുകയെന്ന് പറയണ വല്ല കാര്യമുണ്ടോ സാറേ? വല്ല കാര്യമുണ്ടാ? ഇപ്പൊ ഇവിടെ പോണ ജനങ്ങള്, ഞാനൊരു കാര്യം പറയാം, രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. ഇവിടെയുള്ള ജനങ്ങളൊക്കെ അവരവരുടെ ജോലിക്ക് പോയിട്ട് ജീവിക്കണതാണ്. അത് ഞാൻ നീ ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞ നടക്കാണ്ട് എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്ക് ഞാനിപ്പോഴും കടലിൽ പോണേണ്. അതേപോലെ ഇവിടെ 190% ആൾക്കാരും കടലിൽ പോണ ആൾക്കാരാണ്. അവർക്ക് ഇപ്പൊ പോയിട്ട് കടമാണ്. സാറന്മാർക്ക് ഇവിടെ ഉള്ള ജീവിക്കണം. ഇപ്പൊ സാറിപ്പോ പറവൂരുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പൊ സാറിന് അറിയാൻ പറ്റും ഇവിടുത്തെ ഫിഷിംഗ് മേഖല പോയി കഴിഞ്ഞാൽ കടമ്പരല്ലേ എന്ന് പറഞ്ഞാണ് പോണത്. എന്ന് വെച്ചാൽ ഡീസലിനൊക്കെ അത്രയും വിലയാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ഞാൻ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യത്തിനോടും ഞാൻ യോജിക്കുകയാണ്. കാരണം എന്താ, അതാണ് സങ്കടമാണ് പറഞ്ഞത്. ആ സങ്കടമാണ് പറഞ്ഞത് 2022 ഈ റവന്യൂ കരവെടുക്കരുതെന്ന് പറഞ്ഞ് നോട്ടീസ് കിട്ടിയതും മുതൽ ജയിലിൽ കിടക്കണ പോലെയാണ്. നിങ്ങളൊക്കെ ഒരു കമ്പനിയാണെന്ന് എനിക്ക് അറിയാമോ? താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. ഈ പ്രോപ്പർട്ടി പണയം വയ്ക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റുമോ? ലോൺ എടുക്കാൻ പറ്റുമോ? അതാണ് സങ്കടം. ആ സങ്കടം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന സങ്കടമാണ്. ആ സങ്കടം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ വന്ന് രാഷ്ട്രീയമല്ല പറഞ്ഞത്. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. നല്ല ഫ്രഷ് പീസാ. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? രാഷ്ട്രീയം കലർത്തില്ലെന്ന നമുക്ക് പറഞ്ഞത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒറ്റ വിയോജിപ്പേ ഉള്ളൂ. ഞാൻ ആ വിയോജിപ്പ് കൂടെ പറഞ്ഞു. രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ, ഇത് നീട്ടിക്കൊണ്ടു പോകരുത്. എന്ത് എങ്ങനെ ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കുമല്ലടാ ഫുൾ. അത് നിങ്ങൾ ആഗ്രഹിക്കണ്ട നീട്ടിക്കൊണ്ടു പോകണം. അല്ല കേട്ടോ, നീട്ടിക്കൊണ്ടു പോകരുത് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയണ്ടേ മുഖ്യമന്ത്രിയോട്? ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ, പറയണ്ടേ? പിന്നെ തനി രാഷ്ട്രീയക്കാരന്റെ അഭിനയം ഉണ്ടല്ലോ, അത് എന്റെ മുമ്പിൽ വേണ്ട. രണ്ടും കൂടി ചേർന്ന് കുരങ്ങ് കളിപ്പിച്ചാലുണ്ടല്ലോ. മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കില്ലേ, നാളെ നിങ്ങൾ മുഖ്യമന്ത്രിയോട് എന്ത് ചോദിച്ചു എന്ന് ചോദിക്കണ്ടേ? ഞാനാണ് മുഖ്യമന്ത്രിയോട് സർവകക്ഷി യോഗം വിളിക്കണം, ഇവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കണം, നിങ്ങളിത് നീട്ടിക്കൊണ്ടു പോകരുത്, ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട്. എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? വിശ്വാസം വരില്ല. വൈദ്യരെ, ഇക്കാര്യം നമ്മൾ നടത്തി തന്നാൽ എന്ത് തരും നമുക്ക്? അത് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കും. മനസ്സിലായല്ലോ?
അത് ഞാൻ പറയും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിയും പറയും. പിന്നെ ഇവിടെ വന്ന് ആളുകൾ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം വന്നത് പറഞ്ഞത് ഞങ്ങളാണ്. അത് ഞങ്ങൾ നിയമപരമായ പരിശോധനകൾ നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്ന് ഉറപ്പാണ്. എടാ നിന്റെ ഒന്നും തലയിൽ ആള് താമസമില്ലേ? അയാൾ കള്ളനാ. എങ്കിൽ ഞാൻ സാറിനോട് മറ്റൊരു രഹസ്യം തുറന്നു പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇലക്ഷനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം, കുറേ ആളുകൾ കയറി വെള്ളം ഉണ്ടാക്കുകയാണ്. വന്ന ആളുകളെ ചിലരും നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ സമരസമിതിക്കാരും അറിഞ്ഞിട്ടില്ല, ഈ അച്ഛൻ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അറിയില്ല, ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത VM സുധീരനെ പോലെ വളരെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വന്ന മുൻ സ്പീക്കറായിരുന്ന, മുൻ മന്ത്രിയായിരുന്ന ആളാ, MP ആയിരുന്ന ആളാ. അത് നിങ്ങളെ കാണാൻ വന്നതല്ലേ, നിങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ വന്നതല്ലേ. അദ്ദേഹത്തെ ചില ആളുകൾ അവിടെ വെച്ച് അവമാനിച്ച്. ഞങ്ങൾ വേറെ ആരെങ്കിലും ആണ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുമോ? ഞങ്ങൾ നിങ്ങളുടെ വിഷയമായതുകൊണ്ട് കണ്ണടച്ച് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു. സാറിന് ചേരുന്ന ഒറ്റ വാക്കേ മലയാള ഡിക്ഷണറിയിലുള്ളൂ, സുന്ദര കാലമാടൻ. ഇത്രയും സൗന്ദര്യവും മുഖശ്രീയുള്ള കാലമാടൻ നമ്മുടെ രാഷ്ട്രീയത്തിലില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ വന്നത്. അപ്പൊ ഇടയ്ക്ക് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇത് വേണ്ടാത്ത ആളുകൾ ഇതിന്റെ ഇടയിൽ നിന്ന്, രാഷ്ട്രീയക്കാരല്ല ആരായാലും, വേണ്ടാത്ത രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ സമ്മതിക്കാതിരുന്നാൽ മതി. നമുക്ക് പരിഹാരം ഉണ്ടാവും. പരിഹാരം ഉണ്ടാവുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാവും. മനസ്സിലായി? മതിയാക്കടാ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജീവൻ രക്ഷ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടടാ? ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നിങ്ങളെല്ലാം കഷ്ടപ്പെടുന്ന, തീരപ്രദേശത്ത് ജീവിക്കുന്ന, ബോട്ടിൽ പോകുന്ന, വഞ്ചിക്ക് പോകുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. ആ സങ്കടം ഉണ്ടാവും. ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ഇതിനേക്കാൾ ഭയങ്കര പൊട്ടിത്തെറി ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ലല്ല അങ്ങനെ പറയണം. കറക്റ്റാണ്. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. മനസ്സിന്റെ സമനില തെറ്റിയ ആർക്ക് എന്തുവാ പറയാൻ പറ്റാത്ത പിള്ളേച്ചാ. കറക്റ്റ് കേൾക്ക്. കറക്റ്റാണ്. അങ്ങനെ പറയണം. അങ്ങനെ തന്നെ പറയണം. കൊള്ളാമല്ലോടാ. ഞാൻ ചിരിച്ചു പോയനെ. അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അങ്ങനെ തന്നെ പറയണം. ഇപ്പൊ ഞാൻ വിഴിഞ്ഞത്ത് 140 ദിവസം സമരം നടന്നു. പല പ്രാവശ്യം പോയ ആളാണ് ഞാൻ പ്രതിപക്ഷത്തുള്ള ആളാ. എന്നാലും എന്നെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഒരു 5 മിനിറ്റ് നേരത്തേക്കേ ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് വന്നിരിക്കും, സമരത്തിന്റെ അടുത്ത്. ഞങ്ങളുമൊക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? 2 രീതിയെ അറിയുള്ളൂ കടപ്പുറത്തുള്ളവർക്ക്. ഒന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാം, ഒന്ന് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ. അല്ലേ? അത് അറിയുള്ളൂ. അല്ലേ? ഇപ്പൊ കണ്ട മോൻ നോക്കിയേ, കൊണ്ടർബല്ലി കാണിച്ചുള്ള ചിരി കണ്ടില്ലേ? കണ്ട, അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് നമ്മളത്ര നമ്മുടെ അത്രയൊന്നും കള്ളത്തരം ഇല്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. നിഷ്കളങ്കരായ മനുഷ്യരാണ്. അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും കേട്ടാ. ഒന്ന് വിളിച്ചാ മതി, അപ്പൊ ഉണ്ടാവും, കൂടെ ഉണ്ടാവും. കുഴപ്പമുണ്ടെങ്കിൽ മിസ് കാണിക്കണേ. ഓടി രക്ഷപ്പെടാനായിരിക്കും. ആ കൈ വന്നേ. കേട്ടാ, ഓക്കെ, ശരി. നാരങ്ങ വെള്ളം കൊടുക്കണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. എത്ര വെറൈറ്റീസ് ഉള്ള കള്ളന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൂടെ നിൽക്കുന്നവരെ പോലും നമ്പാൻ പറ്റില്ല. വളരെ കറക്റ്റ്.